എല്ലാവർക്കും കുഞ്ചമ്മ കേസയ്ക്ക് സ്വാഗതം. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സാറ്റിൻ ബോ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് സാറ്റിൻ ബോ എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി സാധനം കൂടെ ആയിട്ട് മതിയെന്ന് പറഞ്ഞിട്ട്. ഈ ചീവിടിൻ്റെ സൗണ്ട് കാരണം ഇവിടെ ചെവി കേൾക്കാൻ വയ്യട്ടോ. അതിൻ്റെ കൂടെ മഴയും കൂടെയാണ്. കാലത്തെ പോസ്റ്റ് ഓഫീസിൽ പോലും പോയിട്ടില്ല. അതാ പാക്ക് ചെയ്ത് അവിടെ എവിടെയൊക്കെ വെച്ചേക്കുന്നതേ ഉള്ളൂ. മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറേ പേര് സാറ്റിൻ്റെ ബോയ്ക്ക് ഇപ്പോൾ പൈസ ഇട്ടതൊക്കെ ഞാൻ തിരിച്ചിടേണ്ടി വന്ന്. അപ്പോൾ ഇന്നലെ രാത്രി പാക്ക് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം സോൾഡ് ഔട്ടായി പോയി. പിന്നെ ഞാൻ കുറച്ച് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന സാധനങ്ങളിൽ നിന്നൊക്കെയാണ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഡ്സാണ്. പാസ്റ്റൽ ബീഡ്, ഗ്ലാസ് ബീഡ്, അതുപോലെ തന്നെ നമ്മളെ മാല കോർക്കുന്ന റൗണ്ടിലുള്ള ഗ്ലാസ് നമ്മൾ ഒരു കിറ്റായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കിറ്റായിട്ടാണ് ബീഡ്സ് കൊടുക്കുന്നത്. നമ്മൾ 50 ഗ്രാം 50 രൂപയ്ക്ക്, 40 ഗ്രാം 50 രൂപയ്ക്ക് കൊടുക്കുന്ന ബീഡ്സ് ഉണ്ട്. പിന്നെ 60 ഗ്രാം 50 രൂപയ്ക്ക് കൊടുക്കുന്ന ബീഡ്സ് ഉണ്ട്. 60 ഗ്രാം 50 രൂപയ്ക്ക് കൊടുക്കുന്ന ബീഡ്സും ഉണ്ട്. 40 ഗ്രാം 50 രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് 50 ഗ്രാം 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കിറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ പൊട്ടിച്ച പാക്കറ്റുകൾ ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മൾ കിറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ബീഡ്സാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആവശ്യമുള്ളൊരു വില ചോദിച്ചിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടേ പേയ്മെൻറ്റ് ചെയ്യാവൂ. ചിലപ്പോൾ സാധനം കാണത്തില്ല. ഇതുപോലെ സാറ്റിൻ്റെ ബോയെല്ലാം എല്ലാവരും വില ചോദിച്ചിട്ട് പോയി. പൈസ പിന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് പൈസ ഇട്ടപ്പോഴത്തേക്കെല്ലാം സാധനം പോയി. അപ്പോൾ വീണ്ടും ഞാൻ പൈസ തിരിച്ചിടേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ പോകുന്നവരൊന്ന് ചോദിച്ചിട്ട് പൈസ ഇടട്ടെ, സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇടണം കേട്ടോ. പേയ്മെൻറ്റ് ചെയ്യാതെ പോകുന്ന സാധനങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കുന്നതല്ല കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ പോകുന്നവർ പിന്നെ തിരിച്ച് വരാൻ ചിലരൊക്കെ മാത്രമേ തിരിച്ച് വരൂ, ചിലർ തിരിച്ച് വരാൻ ചാൻസ് കുറവാണ്. ഈ ചീവിടിൻ്റെ വിളിയാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ മിക്കവാറും ഉള്ള ദിവസം വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ സാധനം ഇതേപോലെ വിളിയാണ്. ചെവി കേൾക്കാൻ സമ്മതിക്കത്തില്ല. ഇത് എവിടെയാണ് ഇരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോകാം അതിന്. അപ്പോൾ കാലത്തെ നമുക്ക് ഇന്നത്തെ ബീഡ്സ് ഏതൊക്കെയാണെന്നും എത്ര രൂപ കിറ്റാണെന്നും നോക്കാം. കിറ്റായിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മളെ റേറ്റിന് തന്നെയാണ്. എങ്ങനെയാണ് 50 ഗ്രാം 50, 40 ഗ്രാം 50 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കിറ്റായിട്ട് മാത്രം ഓഫറായിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എത്ര ഗ്രാം വെച്ചിട്ടാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് പറക്കി ഒതുക്കിയപ്പോഴത്തേക്ക് നമ്മളെ പൊട്ടിച്ച പാക്കറ്റ് ബീഡ്സാണ് കേട്ടോ. പൊട്ടിക്കാത്തതെല്ലാം നമ്മൾ അടുക്കി വേറെ വെച്ചു. അപ്പോൾ പൊട്ടിച്ച പാക്കറ്റുകളെയാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ടിന്നുകളില്ല. അപ്പോൾ ടിന്നുകളിലെല്ലാം നമ്മൾ പൊട്ടിച്ചത് കുറേ ഇട്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ടിന്നില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വിചാരിച്ച് ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് കിറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് ബാക്കി വരുമല്ലോ. എന്നിട്ട് നമുക്ക് പുതിയ പാക്കറ്റുകൾ പൊട്ടിച്ച് അവിടെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസം നമ്മൾ എല്ലാം റെഡിയാക്കി, കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും നമ്മൾ എല്ലാം റെഡിയാക്കി വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന തരം 12 ബീഡ്സാണ് നമ്മൾ കിറ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്ലാസ് ബീഡുണ്ട്, മാല കോർക്കുന്ന പോലത്തെ. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പേസ്റ്റൽ ബീഡ് 4 ടൈപ്പ്, ഗ്ലാസ് ബീഡും 4 ടൈപ്പാണ്. പിന്നെ ഈ ഗ്ലാസ് ബീഡും 4 ടൈപ്പാണ്. ഇതൊക്കെ പേസ്റ്റൽ കളറിലുള്ളതാണ്. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെതുണ്ട്, പിന്നെ റാബിറ്റിൻ്റെ ചെവി പോലത്തത്, അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ ക്യാൻഡി ടൈപ്പ്, അങ്ങനെ സ്റ്റാർ, അങ്ങനത്തെ 4 ടൈപ്പാണ്. ഗ്ലാസ് ബീഡ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിനുള്ളതാണ്. ഇതൊക്കെയാണ് കേട്ടോ, ഈ കളറിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വെയിറ്റ് നോക്കാം. ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്ന എൻ്റെ സ്റ്റാൻഡ് ഇല്ലാതായിപ്പോയി കേട്ടോ. അതിൻ്റെ കാലൊടിഞ്ഞു പോയി ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്ക്. അത് കാരണം ഇപ്പോൾ കയ്യിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ പാക്ക് ചെയ്ത് ഓരോന്നും എത്ര വെയിറ്റ് വീതം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്ലവർ ഷേപ്പിലുള്ള ഗ്ലാസ് ബീഡാണ്. ഇത് നമ്മൾ 33 ഗ്രാം വീതമാണ് എല്ലാം കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. 33 ഗ്രാം വീതമുള്ള 12 സെറ്റ്, അതായത് 12 തരം ബീഡ്സ് 33 ഗ്രാം വീതമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ചിലപ്പോൾ 1-2 ഒക്കെ അധികം വരുമ്പോഴത്തേക്ക് 35 ഗ്രാമൊക്കെ വരും കേട്ടോ. ചിലത് രണ്ടും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് അബദ്ധം പറ്റി. ഇത് 35 ഗ്രാം ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അടുത്തത് കാണിക്കാം. അത് 33 ഗ്രാം. 33 ഗ്രാം വീതമാണ് നമ്മൾ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ 1-2 ബീഡ്സൊക്കെ അധികം കയറി വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ഇത് 36 ഗ്രാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചിലപ്പം 32 എന്നുള്ളപ്പോഴത്തേക്ക് തികയ്ക്കാൻ വേണ്ടി 2 കൂടി ഇടുമ്പോൾ അധികം വരുമ്പോഴത്തേക്ക് പിന്നെ തിരിച്ചെടുക്കാതെയൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതലേ ഉള്ളൂ, കുറവില്ല. ഇത് 35 ഗ്രാം. അപ്പോൾ എല്ലാം നമ്മൾ 33 ഗ്രാം വീതമുള്ള
12 സെറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് 4 കൂടെ ആകുമ്പോൾ തന്നെ 139 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനൊരു എന്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് തൂക്കിയതാണ്. നമ്മളിനി തൂക്കുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും നിങ്ങൾ 33 ഗ്രാമാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഗ്ലാസ് ബീഡ്. ഇത് നമ്മൾ മാലയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ബോയും ചെയ്യാറുണ്ട്, ഞാനിതിൽ കൂടുതലും ചെയ്യുന്നത് മാലയാണ്. അപ്പോൾ അത് 35 ഗ്രാം ഉണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ആ മണ്ടത്തരം തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അത് മാറ്റിയിട്ട് അടുത്ത് ഇടണമെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും. അപ്പോൾ വീണ്ടും അതേ മണ്ടത്തരം തന്നെയാണ് കാണിക്കുന്നത്. ഇത് നല്ലൊരു കളറാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് വന്നിട്ട് 36 ഗ്രാം ഉണ്ട്. അടുത്തത് വന്നിട്ട് 35 ഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ തന്നെ ഒരു കളറും കൂടെ ഉണ്ട്, റെഡാണ്. റെഡ്, വയലറ്റ്, പിങ്ക്, വൈറ്റ്, ഇത് ഇത്രയാണ് കേട്ടോ ആ 4 കളറ്. അത് 34 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് 4ഉം കൂടെ തൂക്കിയിട്ട് ടോട്ടൽ എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കാം. ഇതാ 141 ഗ്രാം ഉണ്ട് കേട്ടോ ടോട്ടൽ. അപ്പം 33 × 4 വരുമ്പോഴത്തേക്ക് എന്തായാലും അത്രയും വരത്തില്ല. അടുത്തത് ഇതാ ഈ ബോ ഷേപ്പിലുള്ള പേസ്റ്റൽ ബീഡാണ്. അത് 34 ഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലവറിൻ്റെ ഇത് കളർ പോവാത്തതാണ് കേട്ടോ. ചിലതിൽ കളറുള്ളത് കളർ പോകുന്ന മോഡലും കാണും, പക്ഷേ ഇത് കളർ പോവാത്ത ബീഡാണ്. ഇത് 35 ഗ്രാം ഉണ്ട്. ഇതും കളർ പോകുന്നതല്ല കേട്ടോ. കളർ പോകുന്ന ബീഡ്സ് ഒന്നും ഇപ്പം ഞാൻ അങ്ങനെ എടുക്കാറില്ല. അടുത്തത് ഇതാണ്. ഇതും 35 ഗ്രാം ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ തൂക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാ 139 ഗ്രാം ഉണ്ട്. 33 വെച്ചിട്ട് 4 പാക്കറ്റ് 139 ഗ്രാം ഉണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത് എല്ലാത്തിലും കുറച്ച് അധികം ഉണ്ട് എന്നുള്ള കാര്യം. അത് അധികം ഞാൻ മനഃപൂർവ്വം ഇടുന്നതല്ല കേട്ടോ. അധികം മനഃപൂർവ്വം ഇടുന്നതല്ല. ഇട്ട് വരുമ്പോഴത്തേക്ക് 1, 2, 3 ബീഡ്സൊക്കെ അധികം കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ അത് തിരിച്ചെടുക്കാൻ പോകില്ല, അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടുമ്പോഴത്തേക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ 418 ഗ്രാം ഉണ്ട്. 418 ഗ്രാമാണ്. 12 പാക്കറ്റ് 30 ബീഡ്സ് വെച്ച്, അല്ല 12 പാക്കറ്റ് 33 ഗ്രാം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് വരുന്ന 4 വീതമുള്ള 12 പാക്കറ്റ് ബീഡ്സാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ റേറ്റിൽ വ്യത്യാസമുള്ളൂ കേട്ടോ. റേറ്റിൽ കുറവ് വരുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓരോ പാക്കറ്റായിട്ടൊക്കെ എടുക്കണം, 1, 2 കളർ മാത്രമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റേറ്റിനേക്കാളും വില കുറച്ചൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് 418 ഗ്രാം ഒരുമിച്ച് 12 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. 350 രൂപ. അപ്പോൾ 350 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങളെ വീട്ടിൽ എത്തിച്ച് തരികയാണ്. 333 × 12 ആയപ്പോഴത്തേക്ക് 396 ഗ്രാമാണ് ടോട്ടലി വേണ്ടത്. പക്ഷേ 418 ഗ്രാം ഉണ്ട്. 33 ഗ്രാം വെച്ചിട്ട് 12 വരെ എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ 418 ഗ്രാം ഇതിപ്പോൾ പാക്ക് ചെയ്തപ്പോഴത്തേക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 12 പാക്കറ്റും കൂടെ, അതായത് ഈ 12 ജാതി 12 പാക്കറ്റും കൂടെ ഇതേ വെയിറ്റിന് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തരുന്നത് 350 രൂപയ്ക്കാണ് കേട്ടോ. എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നുമില്ല. 350 രൂപ. നിങ്ങളിപ്പം 30 രൂപ ഇട്ട് 12 പാക്കറ്റ് കൂട്ടിയാൽ നിങ്ങൾക്ക് ബീഡ്സിൻ്റെ റേറ്റ് മാത്രം 360 രൂപ ആവുന്നുണ്ട്. 360 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ലാതെ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ബീഡ്സ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഈ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോംബോ ആയിട്ട് കിറ്റായിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ അല്ലാതെ കൊടുക്കുമ്പോഴത്തേക്ക് 1, 2 ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പഴയ റേറ്റ് തന്നെയാണ്. ഇങ്ങനെ കിറ്റായിട്ട് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ലാഭത്തിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക.
പിന്നെ പേ ചെയ്തിട്ട് ആ വഴി പോവാതെ എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരിക, അഡ്രസ്സ് അയച്ചു തരിക. അപ്പോൾ സാധനം ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.